ഹായ്, എൻ്റെ പേര് സെബിൻ. ഞാൻ USA റേഡിയോളജിയിൽ ജോലി ചെയ്യുന്നു. കഴിഞ്ഞ ഡിസംബർ 26 എനിക്ക് ഇവിടെ വന്ന് സർജറി ചെയ്തത്. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഇവിടെ എല്ലാ സ്റ്റാഫുകളും നല്ല രീതിയിൽ തന്നെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്തത്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഹെയർ ചെയ്തിട്ട് എനിക്ക് പ്രോബ്ലം ഉണ്ടായിട്ടില്ല. ഒരു കൊഴിച്ചിലോ അങ്ങനത്തെ ഒന്നും ഉണ്ടായിട്ടില്ല. ഡൂയിങ് റിയലി ഗുഡ്. ഇപ്പോൾ ഞാൻ രണ്ടാമത്തെ ഇതിനായിട്ട് വന്നേക്കാണ്. ക്രൗൺ ഏരിയയിൽ എനിക്ക് വെക്കാനായിട്ട്. അപ്പോൾ അവർ പറഞ്ഞത് 1500 ഹെയർ വെക്കണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ സെക്കൻഡ് ടൈമാണ്. ഫസ്റ്റ് സർജറി ഞാൻ ചെയ്തത് റിയൽ ടൈം FUE ആണ്. ഫെയർ നീഡൽ ഉപയോഗിച്ചായിരുന്നു. എനിക്ക് നല്ല റിസൾട്ടാണ്. എൻ്റെ കൊഴിഞ്ഞൊന്നും പോയിട്ടില്ല. ഐ ഡിഡ്ന്റ് ഫീൽ എനി ഡിസ്കംഫർട്ട്. ഐ ഫീൽ ബെറ്റർ. എനിക്ക് ആദ്യത്തെ സർജറിയിൽ പ്രോബ്ലം ഒന്നും ഉണ്ടായിരുന്നില്ല. എല്ലാം നല്ല രീതിയിൽ നടന്നതുകൊണ്ട് മാത്രമാണ് ഇവിടെ തിരിച്ചു വന്നത്. പലയിടത്തും നോക്കിയായിരുന്നു. ഈവൻ ടർക്കിയിൽ വരെ പോകാൻ വേണ്ടിയിട്ട് മുമ്പ് ട്രൈ ചെയ്തായിരുന്നു. പിന്നെ നമുക്കറിയാവുന്ന ഒരു സ്ഥലത്ത് ചെയ്യാം എന്നുള്ളൊരു, പിന്നെ ഇവിടെ വന്നാൽ ഇനിയും ട്രീറ്റ്മെൻറ്റുകൾ കിട്ടാനും ചെയ്യാനും കാണാനും ബെനിഫിറ്റ് ആണല്ലോ എന്ന് വെച്ചിട്ടാണ് ടർക്കി ഉപേക്ഷിച്ച് USA ഇവിടേക്ക് വന്നത്. എനിക്കിവിടെ ഒരു നല്ല റിസൾട്ടാണ് കിട്ടിയത്. പിന്നെ ഇത് ചെയ്തിരുന്നപ്പോൾ എനിക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടുകളും ഉണ്ടായിട്ടില്ല. ഇഞ്ചക്ഷൻ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു പെയിൻ അല്ലാതെ വേറൊരു പെയിനോ അങ്ങനത്തെ ഒന്നും എനിക്ക് ഇത് ചെയ്തിട്ടില്ല. പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ചെയ്യുമ്പോൾ വേദനയുണ്ട്. പെയിൻഫുൾ ഇതല്ല. 10 days ആണ് നമ്മൾ റിയലി കെയർ ചെയ്യേണ്ടത്. ഐ റിയലി റെക്കമെൻഡ് ദിസ് പ്ലേസ്. ആൻഡ് ഈവൻ നമ്മൾ വേറെ സ്ഥലത്തേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല. നമ്മുടെ കൊച്ചിയിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ദാറ്റ്സ് എ ബെനിഫിറ്റ് അല്ലേ. നമ്മൾ ടിക്കറ്റും എല്ലാം എടുത്ത് മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് പോകുന്നേക്കാളും നമ്മുടെ നാട്ടിൽ തന്നെ ചെയ്യാൻ പറ്റിയത് ഐ റിയലി enjoyed it. And I really appreciate